ഹായ്, ഇന്ന് നമുക്ക് 40 സൈസ് ചുരിദാർ കട്ടിങ് കാണാം. ആദ്യം തന്നെ 4 തുണി മടക്കിയിട്ടു അതിന് ശേഷം അടിഭാഗം ഒന്ന് ലെവൽ ചെയ്യുക, എന്നിട്ട് അത് വെട്ടി കളയുക. ഇതിൻ്റെ ഇറക്കം വരുന്ന 44 ഇഞ്ച്, 1.5 ഇഞ്ച് കൂട്ടി 45 ഇഞ്ചിൽ അടയാളപ്പെടുത്തുക. അതിന് ശേഷം ഷോൾഡർ 6 ഇഞ്ച് അടയാളപ്പെടുത്തുക. ആം ഹോളും 6 ഇഞ്ച് അടയാളപ്പെടുത്തുക. നാൽപ്പതിൻ്റെ 4/1 10 ഇഞ്ച് അടയാളപ്പെടുത്തുക. അതിനുശേഷം 1.5 ഇഞ്ച് തയ്യൽ തുമ്പും അടയാളപ്പെടുത്തുക. ഇതിൻ്റെ പകുതി അടയാളപ്പെടുത്തുക. 1.5 ഇഞ്ച് അടയാളപ്പെടുത്തുക. അതിനുശേഷം ഷെയ്പ്പ് ചെയ്ത് വരയ്ക്കുക. ഷെയ്പ്പ് ലെങ്ത്ത് 15.5 ഇഞ്ച് അടയാളപ്പെടുത്തുക. അവിടുത്തെ വണ്ണം എന്നത് 36, അതിൻ്റെ 4/1 ഭാഗം അടയാളപ്പെടുത്തുക. 9 ഇഞ്ച്. 2 ഇഞ്ച് തയ്യൽ തുമ്പും അടയാളപ്പെടുത്തുക. ഇനി സ്ലിറ്റിൻ്റെ ലെങ്ത്ത് 20 ഇഞ്ച് അടയാളപ്പെടുത്തുക. അവിടുത്തെ വണ്ണം 11 ഇഞ്ച് അടയാളപ്പെടുത്തുക. 1 ഇഞ്ച് തയ്യൽ തുമ്പ്. അവിടെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കാൻ പാടുള്ളൂ. അടിവശത്ത് 12 ഇഞ്ച് അടയാളപ്പെടുത്തുക. അതിന് ശേഷം ഷെയ്പ്പ് ചെയ്ത് വരയ്ക്കുക. അടിഭാഗം സ്ട്രെയിറ്റ് ആക്കിയിട്ട് വരയ്ക്കുക. ഇനി അത് വെട്ടിയെടുക്കാം. ഞോര വെട്ടിട്ട് കൊടുക്കാം. അവിടെ ഈ ഫ്രണ്ട് ആംകോള് 1/2 ഇഞ്ച് കുഴിച്ച് വെട്ടിയെടുക്കാം. ഇനി സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. 4 മടക്കിയിടുക. അടിവശം മടക്കി തയ്ക്കാൻ 1 ഇഞ്ച് അടയാളപ്പെടുത്തുക. എൻ്റെ കൈവണ്ണം 12 ഇഞ്ച്, 6 ഇഞ്ച് അടയാളപ്പെടുത്തുക. 1.5 ഇഞ്ച് തയ്യൽ തുമ്പും അടയാളപ്പെടുത്തുക. എൻ്റെ കൈയിറക്കം വരുന്നത് 11 ഇഞ്ച്, 11.5 ഇഞ്ചിൽ അടയാളപ്പെടുത്തുക. ഇവിടെ ഒരു 4 ഇഞ്ച് അടയാളപ്പെടുത്തുക. ഇനി ഷെയ്പ്പ് ചെയ്ത് വരയ്ക്കുക. അത് യോജിപ്പിക്കുക. ഇത് പഫ് സ്ലീവാണ്. അതിന് ശേഷം മുകൾ ഭാഗത്തേക്ക് ഒരു 2.5 ഇഞ്ച് അടയാളപ്പെടുത്തുക. അവിടെയും 2.5 ഇഞ്ച് അടയാളപ്പെടുത്തുക. ഒരു മുകളിൽ നിന്ന് ഷേപ്പ് ചെയ്ത് അടിയിലത്തെ വരയിലേക്ക് മുട്ടിക്കുക. ഇനി നമുക്കത് വെട്ടിയെടുക്കാം. അവിടെ ഒരു വെട്ടിട്ട് കൊടുക്കുക. ഇനി ഇവിടെ ഒരു വെട്ടിടാം. അതിനുശേഷം നെക്ക് കട്ട് ചെയ്തെടുക്കാം. 3.5 ഇഞ്ച് നെക്കിൻ്റെ വിഡ്ത്തും 7 ഇഞ്ച് ലെങ്ത്തും അടയാളപ്പെടുത്താം. അതിനുശേഷം അതൊരു ബോക്സാക്കി മാറ്റാം. വീനക്കാണ് തയ്ക്കണത്.
എന്നിട്ട് വരച്ചെടുക്കാം. ഇനി 1 ഇഞ്ച് അടയാളപ്പെടുത്താം. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ കട്ടിങ് കഴിഞ്ഞു. സ്റ്റിച്ചിങ് അടുത്ത വീഡിയോയിൽ കാണാം.